മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുന് വിട നൽകി നാട്. കാത്തിരിപ്പുകൾക്കൊടുവിൽ 75-ാം ദിവസമാണ് അർജുന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആയിരങ്ങളാണ് അവസാനമായി യാത്ര പറയാൻ കണ്ണാടിക്കലിലേക്ക് ഒഴുകിയെത്തിയത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം വീട്ടുവളപ്പിൽ തന്നെയാണ് മൃതദേഹം സംസ്കരിച്ചത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് നടക്കും. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്തു. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 72 കളിവള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. രാവിലെ 11 മണിക്ക് ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം 5 ഹീസ്റ്റുകളിലായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സ്വകാര്യ സന്ദർശനം മാത്രമാണെന്ന് ആവർത്തിച്ച് ADGP MR അജിത് കുമാർ. സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് തൃശൂരിൽ ദത്താത്രേയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിട്ടില്ലെന്നും DGPക്ക് നൽകിയ മൊഴിയിൽ ADGP പറഞ്ഞു. കോവളത്ത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നുവെന്നും അതിനിടയിലാണ് റാം മാധവിനെ കണ്ടതെന്നുമാണ് രണ്ടാമത്തെ കൂടിക്കാഴ്ചയിലെ വിശദീകരണം. തൃശൂർ ATM കവർച്ച കേസിൽ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നാമക്കൽ മജിസ്ട്രേറ്റ് മുന്നിലായിരിക്കും പ്രതികളെ ഹാജരാക്കുക. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും വിവരമുണ്ട്. പ്രതികളെ വിട്ടുകിട്ടുന്നതിനായി കോടതിയിൽ പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിക്കുമെന്ന് കേരള പോലീസ് അറിയിച്ചു. ATM കവർച്ചയ്ക്കായി പ്രതികൾ ഇന്നലെയാണ് കേരളത്തിലെത്തിയത്. ഹരിയാനയിൽ നിന്നും ബുധനാഴ്ച ചെന്നൈയിലെത്തിയ ശേഷം പ്രതികൾ കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു. 3 സംഘങ്ങളായാണ് പ്രതികൾ ചെന്നൈയിലെത്തിയത്. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിയായ +2 വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്രാട ദിനത്തിൽ കുട്ടി കുളത്തിൽ കുളിച്ചിരുന്നു. ഇതിനുശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. കുട്ടിക്കൊപ്പം കുളത്തിൽ കുളിച്ച 2 സുഹൃത്തുക്കൾ നിരീക്ഷണത്തിലാണ്. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. കുൽഗാമിലെ അദിഗാം ദേവ്സാർ മേഖലയിലാണ് ഏറ്റുമുട്ടൽ. സുരക്ഷാ സേന പരിശോധന നടത്തുന്നതിനിടയിൽ ഭീകരർ വെടിവെക്കുകയായിരുന്നു. മേഖല സേന പൂർണ്ണമായും വളഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് 1-ലധികം ഭീകരർ അകപ്പെട്ടതായാണ് സൂചന. ഇരട്ട പുരസ്കാര തിളക്കവുമായി കേരള ടൂറിസം. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡുകളിൽ 2 എണ്ണം കേരളത്തിന് ലഭിച്ചു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പദ്ധതി നടപ്പിലാക്കിയ കടലുണ്ടിക്ക് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡും കുമരകത്തിന് ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരവുമാണ് ലഭിച്ചത്. മതപരിവർത്തനങ്ങൾ ഉടൻ തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറുമെന്ന അലഹാബാദ് ഹൈക്കോടതിയുടെ വിവാദ നിരീക്ഷണം നീക്കി സുപ്രീം കോടതി. ഉത്തർപ്രദേശിൽ മതം മാറ്റം തടയൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തിക്ക് ജാമ്യം നിഷേധിച്ചായിരുന്നു അലഹാബാദ് ഹൈക്കോടതി വിവാദ നിരീക്ഷണം നടത്തിയത്. ഈ നിരീക്ഷണമാണ് സുപ്രീം കോടതി നീക്കിയത്. ഇത്തരം പരാമർശങ്ങൾ ഒരു കേസിന്റെ കാര്യത്തിലും നടത്താൻ പാടില്ലെന്നും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ ഇതുപോലെയുള്ള നിരീക്ഷണങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അർജന്റീന ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിനെതിരെ നടപടിയുമായി അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ. 2026 ഫിഫ ലോകകപ്പിന്റെ 2 യോഗ്യതാ മത്സരങ്ങളിൽ നിന്നാണ് വിലക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം നടന്ന 2026 ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കിടെ എതിർ ടീമിനെതിരെ അശ്ലീലാംഗ്യങ്ങൾ കാണിച്ചതിനാണ് മാർട്ടിനസിന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്.